ഇടുക്കി കുമളിക്ക് സമീപം സ്പ്രിംഗ് വാലിയിൽ കർഷകനെ ആക്രമിച്ച കാട്ടുപോത്തിനെ തുരത്താൻ ഇന്ന് ശ്രമം തുടങ്ങും. വനത്തിലേക്ക് ഓടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സൗകര്യപ്രദമായ സ്ഥലത്തെത്തിച്ച് മയക്കുവെടി വെക്കാനാണ് ആലോചന. അതിനിടെ ദേവികുളത്ത് വീണ്ടും പടയപ്പെത്തി. സർക്കാർ ഓഫീസുകൾ അടക്കമുള്ള ജനവാസ മേഖലയിൽ രാത്രിയാണ് പടയപ്പ് ഇറങ്ങിയത്. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ ആക്രമിച്ച പശു ഗുരുതരാവസ്ഥയിലാണ്. ആനയെ ഓടിക്കാൻ വനം വകുപ്പ് വാച്ചർമാർ കാടിന് തീയിട്ടെന്നും വിരണ്ടോടി ആന പശുവിനെ ആക്രമിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങൾ കോതമറ്റ പശുവിനെ തിരിക്കണിക്കായിരുന്നു. പശുവിനെ തിരിക്കണമെന്നപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് കോതമറ്റിന് തീ വെച്ച് കഴിഞ്ഞപ്പോൾ ചക്കക്കൊമ്പൻ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ഞങ്ങൾ പശുവിനെ വിട്ടിട്ട് ഞങ്ങൾ കയറി പോന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ പശുവിനെ ആന അടിച്ചിട്ടേക്കോ ഇപ്പോൾ കുത്തി മറച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കയറി പോന്നു. പിന്നെ ആനേനെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഞങ്ങൾ കയറി പോന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ പശു നടക്കുകയില്ല, എണിക്കുകയില്ല, ഒന്നുമില്ല. പശു കിടക്കുക. സന്ദീപ് രാജക്കാട് നൽകും ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ. സന്ദീപ്, ഹൈറേഞ്ചിലെ ജീവിതം ഓരോ ദിവസം കഴിയും തോറും ദുരിതപൂർണമായി മാറുകയാണല്ലോ. കാട്ടാനകളായിരുന്നു തുടക്കത്തിൽ, പിന്നീട് കാട്ടുപന്നി, കാട്ടുപോത്ത്, ഇതിനൊരു ശമനമില്ലാത്ത അവസ്ഥയാണ്. ജനങ്ങൾ എന്താണ് പറയുന്നത് ഇപ്പോൾ? വിനീത, തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സ്പ്രിംഗ് വാലിയിലാണെങ്കിലും ഈ കാട്ടുപോത്തിനെ കാട് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് വനം വകുപ്പ് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയൊരു ടീമാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും DD അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാറ്, ഇപ്പോൾ എത്രത്തോളം ടീമുകളുണ്ട്, എങ്ങനെയാണ് ഈ നടപടികൾ പുരോഗമിക്കുന്നത്? നമുക്ക് 40 പീപ്പിൾ ഉണ്ട് നിലവിൽ. ഓക്കെ, ഓൾറെഡി നമുക്ക് ടീമുകൾ ഫോം ചെയ്തിട്ടുണ്ട്. രാവിലെ മുതൽ ഈ കണ്ടുപിടിക്കാൻ വേണ്ടി ഓൾറെഡി ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുവരെ നമുക്ക് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് ഏകദേശം വൈകുന്നേരം വരെ നമുക്ക് സാധ്യത ഉണ്ട്. കിട്ടില്ലെങ്കിൽ നമുക്ക് ഡ്രൈവ് ഓപ്പറേഷൻ തുടങ്ങാം. ഡ്രൈവും പിന്നെ നമ്മുടെ സൗകര്യമുള്ള സ്ഥലം കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റിംഗ് ഓപ്പറേഷൻ ഓൾറെഡി നമുക്ക് ഡയറക്ഷൻ ഉണ്ട്. ഡയറക്റ്റിംഗ് ഉണ്ട്. ഡയറക്റ്റിംഗ് പിന്നെ ഡ്രൈവിംഗ് 2 ഡയറക്ഷൻ ഉണ്ട്. ആദ്യം ഡ്രൈവ് ചെയ്യാം, പിന്നെ ഡയറക്റ്റ് ചെയ്യാം. ഇന്ന് നമുക്ക് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കിട്ടിയാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് രാത്രി നമുക്ക് നൈറ്റ് പെട്രോളിംഗ് സമയത്ത് നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം. അത്തരത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടെത്തി കഴിഞ്ഞാൽ മയക്കുവെടി വെക്കുന്നതിനും ഇവിടെ നിന്ന് മാറ്റുന്നതിനടക്കമുള്ള നടപടികളുണ്ട്. പോലീസ് ഫോഴ്സ് അടക്കമുള്ളവരുടെ ഒരു വലിയ സന്നാഹം തന്നെ ഇവിടെയുണ്ട്. ഇപ്പോൾ പീരുമേട് MLA വാടൂർ സോമൻ അടക്കമുള്ള ആളുകൾ ഇവിടെ സ്ഥലത്ത് എത്തി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള ഒരു വിലയിരുത്തലടക്കം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള എതിർപ്പും എതിരഭിപ്രായങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു മനുഷ്യ വന്യജീവി സംഘർഷം ഇപ്പോൾ അങ്ങയുടെ മണ്ഡലത്തിലായാൽ പോലും വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതായത് ഈ സംഭവത്തിൽ സർക്കാരിൻ്റെ അടിയന്തര സഹായം ആവശ്യമായിട്ടുണ്ട്. കാരണം വളരെ ഗുരുതരാവസ്ഥയിലാണ് ഈ പേഷ്യൻ്റ്. ഇപ്പോൾ പാലാ മെഡിസിറ്റി ഹോസ്പിറ്റലാണ് അഡ്മിറ്റായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 3-3.5 ലക്ഷം രൂപ അവിടെ ചിലവായിട്ടുണ്ട്. അതുകൊണ്ട് ഗണ്യമായ ഒരു സഹായം അടിയന്തരമായും സർക്കാരിൽ നിന്ന് ലഭിക്കണമെന്ന കാര്യം ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ശേഖരിച്ച് എത്രയും വേഗം അനുകൂലമായ ഒരു തീരുമാനമെടുക്കാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. വിനിത, അത്തരത്തിലാണ് ഈ പരിക്കേറ്റ് കിടക്കുന്ന ആൾക്ക് ധനസഹായം ലഭിക്കുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് വളരെ വേഗത്തിൽ നീങ്ങാൻ വനംവകുപ്പ് മന്ത്രിയടക്കം. ശരി, അത് തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഊർജിത ശ്രമമാണ് ഈ കാട്ടുപോത്തിനെ കണ്ടെത്തി കാട്ടിലേക്ക് തിരിച്ച് തുരത്തുന്നതിൽ. അതിന് സാധ്യമായില്ലെങ്കിൽ മയക്കുവെടി വെക്കാൻ തന്നെയാണ് ആലോചനയെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥനും പറയുന്നു. ഞാൻ പറഞ്ഞു